എല്ലാവർക്കും ആഷ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനകം തന്നെ എല്ലാവരും കേട്ടിരിക്കുന്ന ഒരു കേസ് തന്നെയാക്കാം ഇടുക്കി വണ്ടിപ്പെരിയാർ കൊലപാതക കേസ്. അതായത് ഒരു വീടിനുള്ളിൽ 6 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു കുട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ശരിക്കും ആലോചിക്കുമ്പോൾ ഒരു 6 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന കുട്ടി എങ്ങനെയാണ് ഒരു തൂങ്ങി മരിച്ച നിലയിൽ നമ്മൾ കാണുന്നതെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഈ പോലീസുകാർ ആ സംഭവ സ്ഥലത്തേക്ക് എത്തി ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടത്തിനൊക്കെ അയച്ചു. ചിന്താഗതി എന്താ നമ്മൾ ശരിക്കും ആലോചിച്ചു പോകും. അപ്പോൾ ഇതുവരെ കേസന്വേഷണം തുടങ്ങിയിട്ട് ഇത് എത്തിച്ചേർന്നത് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത വീട്ടിലെ അർജുൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഈ കേസ് അന്വേഷണം എത്തിച്ചേർന്നത്. ഈ അർജുൻ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ വളരെ മഹാഭാവി ഈ കുഞ്ഞിനെ പീഡിപ്പിക്കാൻ പോകുന്നത് എന്താണില്ല നമ്മുടെ നാടിൻ്റെ ഒരു പോക്ക്. അപ്പോൾ ഇത് ശരിക്കും നടക്കുന്നത് 3 വർഷം മുമ്പ് ഈ കുഞ്ഞിനെ പീഡിപ്പിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞിൻ്റെ വാഴയിൽ മിഠായി വെച്ചിട്ട് വായ അമർത്തി പിടിക്കും. അതായത് ഈ കുഞ്ഞിൻ്റെ ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മിഠായി വെച്ചിട്ട് വായ അമർത്തി പിടിച്ചിട്ടാണ് ഇവന് ഈ കുഞ്ഞിനെ ഈ ക്രൂരത ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ടും ഈ കുഞ്ഞിനെ വശീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞിന് ഭക്ഷണ വസ്തുക്കൾ കാണിച്ചിട്ടും അതേപോലെ തന്നെ മിഠായി പിന്നെ കളിസാധനങ്ങൾ ടോയ്സ് എന്നിവ കാണിച്ച് കുഞ്ഞിനെ വശീകരിച്ചെടുത്തിട്ടാണ് ഇവൻ ഈ ക്രൂരത ഈ കുഞ്ഞിനോട് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ ആലോചിക്കണം, ഇങ്ങനത്തെ ആൾക്കാർ നമ്മളെ നാട്ടിലുണ്ടോ എന്നൊക്കെ നമ്മൾ ശരിക്കും വിചാരിക്കണം. കാരണം നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മളെ കുഞ്ഞിനെ, അതായത് നമ്മളെ കുഞ്ഞിൽ നിങ്ങളൊരു പെങ്ങളെ ഒരു കുട്ടിയെ നമ്മൾ ശരിക്കും നമ്മൾ വിശ്വാസത്തോടെ ഏൽപ്പിച്ചു പോകുന്നൊരു സ്ഥലമാണ് തൊട്ടടുത്ത വീട് അല്ലെങ്കിൽ തൊട്ട അയൽവക്കം. ഇവിടെയൊക്കെ ഇങ്ങനത്തെ ക്രൂരത നടക്കുകയാണെങ്കിൽ നമ്മളെ പെൺമക്കളെ നമ്മൾ എങ്ങനെയാണ് പുറത്തേക്ക് ഇറക്കുക? ഞാൻ അങ്ങോട്ടൊന്നും പോകണില്ല, നമ്മളെ വീഡിയോയിലേക്ക് തന്നെ തിരിച്ചു വരാം. എന്നിട്ട് ഇവൻ ഈ കുഞ്ഞിനെ ഭക്ഷണ വസ്തുക്കളൊക്കെ കാണിച്ച് വശീകരിച്ച് കുഞ്ഞിനോട് ഈ ക്രൂരത ചെയ്തിട്ട് അത് 3 വർഷം മുമ്പ് ഇവൻ ചെയ്യാൻ തുടങ്ങിക്കുന്നു. അങ്ങനെ വർഷങ്ങളോളം കഴിഞ്ഞ 3 വർഷം ഇവൻ ഈ ക്രൂരത കുഞ്ഞിനോട് ചെയ്തു. അങ്ങനെ കഴിഞ്ഞ മാസം 30-ാം തീയതി ജൂൺ 30-ന് ഇവൻ ഈ ക്രൂരത കുഞ്ഞിനോട് ചെയ്തു. അതേപോലെ തന്നെ മിഠായി വായിൽ വെച്ചിട്ട് വായ അമർത്തി പിടിച്ചിട്ടാണ് ഇവൻ ഈ ക്രൂരത കുഞ്ഞിനോട് ചെയ്തത്. അങ്ങനെ കുറേ നേരം ശ്വാസം മുട്ടിയിട്ടുണ്ടാകും. കാരണം വായ ഇങ്ങനെ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ശ്വാസം മുട്ടും. അതിനെ ചെറിയ കുഞ്ഞാണ്, ആ കുഞ്ഞിന് ശ്വാസം മുട്ടി കുഞ്ഞ് മരിച്ചു. എന്നിട്ട് ഇവൻ ചെയ്ത മഹാപാപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വീട്ടിൽ ഈ അച്ഛൻ, അമ്മ, ഈ കുഞ്ഞിൻ്റെ സഹോദരൻ ഇവരാണുള്ളത്. അച്ഛനും അമ്മയും ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഈ കുഞ്ഞും സഹോദരനും മാത്രമേ വീട്ടിലുണ്ടാകുക. അപ്പോഴാണ് എന്നിട്ട് ഇവൻ ചെയ്ത മഹാപാപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വീട്ടിൽ ഈ അച്ഛൻ, അമ്മ, ഈ കുഞ്ഞിൻ്റെ സഹോദരൻ ഇവരാണുള്ളത്. അച്ഛനും അമ്മയും ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഈ കുഞ്ഞും സഹോദരനും മാത്രമേ വീട്ടിലുണ്ടാകുക. അപ്പോഴാണ് ഇപ്പോൾ ഈ കുട്ടി മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇവൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ വാഴയൊക്കെ പഴുപ്പിക്കാൻ വേണ്ടി വെക്കുന്നൊരു കയറുണ്ട്. ആ കയറിൽ ഈ കുട്ടീനെ കെട്ടിത്തൂക്കി, അതായത് കുട്ടി കളിക്കുന്നിടയിൽ സ്വാഭാവികമായി അപകടത്തിൽപ്പെട്ട് മരിച്ചതാണെന്ന് കരുതാൻ വേണ്ടി ഈ കുട്ടീനെ ആ കയറിൽ കെട്ടിത്തൂക്കിയിട്ട് ആ റൂമിൻ്റെ വാതിലുള്ളിൽ നിന്ന് ലോക്ക് ചെയ്തു. അതിനുശേഷം അവരുടെ വീട്ടിൽ തന്നെ ഈ അഴികളില്ലാത്തൊരു ജനലുണ്ട്, ആ ജനലിലൂടെ ചാടി പുറത്ത് കടന്നു. അതായത് ഒരു കേസന്വേഷണം വരികയാണെങ്കിൽ ഇത് എൻ്റെ ദേഹത്തേക്ക് വരരുത്, അതായത് കുട്ടി അപകടത്തിൽപ്പെട്ട് മരിച്ചതാണെന്ന് കരുതാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഈ ചെയ്തത്. പക്ഷേ ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടത്തിനിടയിൽ ഇവൻ്റെ രോമങ്ങൾ ഈ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. അപ്പോഴാണ് ഈ പോലീസുകാർക്ക് കേസിനൊരു വഴിത്തിരിവാകുകയും ഈ കേസ് അന്വേഷണം ഇവനാണ് പ്രതി എന്ന് ഉറപ്പിച്ച് ഇവനിലേക്ക് എത്തുകയും ചെയ്യുന്നത്. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് ഇതല്ല. നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെയും ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിരിപ്പോഴും നടക്കുമ്പോൾ നമുക്ക് തന്നെ വളരെയധികം ലജ്ജയാണ്. കാരണം ഇതിനൊന്നും ഒരു അർത്ഥമില്ല. അതായത് എത്ര കേസുകളാണ് നമ്മുടെ നാട്ടിൽ ഇതിനകത്ത് നടന്നു പോകുന്നത്, എത്ര പീഡന കേസുകൾ നമ്മൾ നടന്നു പോകുന്നത്. പക്ഷെ ഇതിനൊന്നും ഒരു അവസാനമില്ല. അത് കാരണം ഇവരിപ്പോൾ പോലീസ് പിടിച്ചു ജയിലിൽ കൊണ്ടുപോയതിന് ശേഷം തന്നെ ഇവർ നമ്മുടെ ടാക്സ് ക്യാഷ് കൊണ്ട് അവർ തിന്ന് കൊഴുത്ത് പിന്നെ അവർ പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ഇവരെ നിർത്താനൊന്നും പോകുന്നില്ല. അവർ ഇനിയും ഇതുപോലത്തെ കാര്യങ്ങൾ തന്നെ പിന്നെയും ചെയ്യും. അങ്ങനെ ചെയ്ത് ഇവർക്കൊരു പാടായി കഴിഞ്ഞത്. കാരണം ഇവർക്കൊക്കെ എന്താ വേണം, ഇവർക്കൊക്കെ ശരിയാണ്. കാരണം ഇതിനൊന്നും ഒരു അർത്ഥമില്ല. അതായത് എത്ര കേസുകളാണ് നമ്മുടെ നാട്ടിൽ ഇതിനകത്ത് നടന്നു പോകുന്നത്, എത്ര പീഡന കേസുകൾ നമ്മൾ നടന്നു പോകുന്നത്. പക്ഷെ ഇതിനൊന്നും ഒരു അവസാനമില്ല. അത് കാരണം ഇവരിപ്പോൾ പോലീസ് പിടിച്ചു ജയിലിൽ കൊണ്ടുപോയതിന് ശേഷം തന്നെ ഇവർ നമ്മുടെ ടാക്സ് ക്യാഷ് കൊണ്ട് അവർ തിന്ന് കൊഴുത്ത് പിന്നെ അവർ പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ഇവരെ നിർത്താനൊന്നും പോകുന്നില്ല. അവർ ഇനിയും ഇതുപോലത്തെ കാര്യങ്ങൾ തന്നെ പിന്നെയും ചെയ്യും. അങ്ങനെ ചെയ്ത് ഇവർക്കൊരു പാടായി കഴിഞ്ഞത്. കാരണം ഇവർക്കൊക്കെ എന്താ വേണം, ഇവർക്കൊക്കെ ശിക്ഷ തന്നെ ഇവർക്കൊക്കെ ശരിക്കും കിട്ടേണ്ടത്. നമുക്ക് ഇനി ഇങ്ങനത്തെ സ്ഥലമാണ് വെറും 6 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു കുട്ടിയാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്. കാരണം
നാളെ മേലാക്കും നമ്മളെ എന്താ ഇപ്പോൾ കേരളത്തിൽ എത്രയോ ചിലപ്പോൾ വല്ല കലക്ടറോ വക്കീലോ എന്നൊക്കെ ആകാൻ സാധ്യതയുള്ള ഒരു കുഞ്ഞിനെയാണ് ഇവൻ കാരണം, അതായത് ഇവൻ്റെ ലൈംഗിക ചൂഷണം കാരണം ആ കുഞ്ഞ് മരണപ്പെട്ടത്. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതിൽക്കും നല്ലൊരു വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാമെന്ന പ്രതീക്ഷ നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇതിൻ്റെ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. കാരണം ഇങ്ങനെ ഒരു സംഭവം ഇനി നടക്കരുത് എന്ന് നമുക്ക് വിചാരിക്കാം. കാരണം നമ്മളക്കും മക്കളുണ്ട്, നമുക്കും പെങ്ങന്മാരുണ്ട്, ഇവർക്കൊക്കെ നാളെ മേലാക്കും നമ്മുടെ സമൂഹത്തിൽ സുരക്ഷയായിട്ട് എനിക്കൊരു അപകടം വരില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കാൻ കഴിയണം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റേ ലൈക്ക് അടിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കുറച്ചാളിലേക്ക് നിങ്ങൾ വീഡിയോ എത്തിച്ചു കൊടുക്കുക. അതായത് ഇനി ഇങ്ങനെ ഒരു സംഭവം നടക്കരുത് എന്ന് കരുതിക്കൊണ്ട് തന്നെ വീഡിയോ കുറച്ചാളിലേക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നല്ലൊരു വീഡിയോ നമുക്ക് ഇനിയും കാണാൻ പ്രതീക്ഷയിൽ